ഹലോ കൂട്ടുകാരെ, ഈ തോക്കുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പേടി വരുന്നുണ്ടോ? ഇതാണ് കേംബ്രിഡ്ജിലുള്ള ഫ്രിറ്റ്സ് വില്യം മ്യൂസിയം കേട്ടോ. നമ്മൾ യൂണിവേഴ്സിറ്റീസൊക്കെ കണ്ടിട്ട് ബോട്ടിൽ നിന്നും ഇറങ്ങി ഈ ഒരു മ്യൂസിയം കാണാനായിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമ്മൾ ബോട്ടിൽ വെച്ച് കണ്ട അതേ യൂണിവേഴ്സിറ്റികൾ നമുക്കിങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോഴും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കൂടെ നടന്നാണ് നമ്മൾ ഫ്രിറ്റ്സ് വില്യം മ്യൂസിയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റീസിൻ്റെ അകത്തൊന്നും കയറാൻ പറ്റിയില്ലായിരുന്നു, അവിടെ ഗ്രാജുവേഷൻ നടക്കുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലൊന്നും കയറിയില്ല. നമ്മൾ ഫ്രിറ്റ്സ് വില്യം മ്യൂസിയത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ബിൽഡിങ് വലിയൊരു ബിൽഡിങ്ങാണ് കേട്ടോ. ഇതിനുള്ളിലേക്ക് കയറിയാൽ അതിനുള്ളിലുള്ള സ്ട്രക്ചറൊക്കെ കാണാൻ വളരെ ഭംഗിയുണ്ട്. നമ്മൾ ചെന്ന സമയത്ത് അവിടെ ആളൊക്കെ വളരെ കുറവായിരുന്നു. അതൊരു വീക്കെൻഡ് ആയിരുന്നു, പക്ഷേ എന്നാലും ആളെന്ന് വളരെ കുറവായിരുന്നു. എനിക്ക് തോന്നുന്നത് യൂണിവേഴ്സിറ്റീസിലൊക്കെ ഗ്രാജുവേഷൻ നടക്കുന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റീസിലൊന്നും കയറാൻ പറ്റാത്തതുകൊണ്ട് ആൾക്കാരുടെ തിരക്ക് കുറവായിരുന്നു. അപ്പം ഉള്ളിലേക്ക് കയറുമ്പോൾ ഇങ്ങനൊരു സ്ട്രക്ചറാണ് ആ ഫ്രിറ്റ്സ് വില്യം മ്യൂസിയത്തിനകത്തുള്ളത്. അതുപോലെ തന്നെ കയറുമ്പോൾ തന്നെ കുറേ സ്റ്റാച്യൂസ്, വാക്സിൻ്റെയും അതുപോലെ തന്നെ അല്ലാത്തതും ഒക്കെ അവിടെ സ്റ്റാച്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ സ്റ്റാച്യൂസൊക്കെ കണ്ട് ഇഷ്ടപ്പെടാറുണ്ട്. എല്ലാവരും ഒന്നും സ്റ്റാച്യൂസ് ഒന്നും ആസ്വദിക്കാറില്ല. അതുണ്ടാക്കിയ ആ ശില്പിയുടെ ആ ഒരു ഭാവനയ്ക്ക് അനുസൃതമായ രീതിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ശില്പി ഒരു സ്റ്റാച്യു ഉണ്ടാക്കണമെങ്കിൽ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന്. അതുപോലെ തന്നെ കുറേ പിക്ചേഴ്സ് വരച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ അതിൻ്റെ താഴെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു മ്യൂസിയത്തിൽ. അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ട് നോക്കുവാണെങ്കിൽ കുറേ ഈശോയുടെയും മാതാവിൻ്റെയും ശിഷ്യന്മാരുടെയും ഒക്കെ കുറേ ഫോട്ടോസ് വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെയും ഡീറ്റെയിലിംഗ് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ തോക്കുകൾ കാണിച്ചായിരുന്നല്ലോ. കുറേ തോക്കുകളും കുറേ പടച്ചട്ടകളും ഒക്കെ ഈ ബ്രിട്ടീഷുകാർ നേരത്തെ ഉപയോഗിച്ച തോക്കുകളൊക്കെയാണ് അവിടെ അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസും അതുപോലെ റെസിപ്പീസും ഒക്കെ നമ്മൾ ഇടുന്നതാണ്. കണ്ടോ, ഇതാണ് മാതാവിൻ്റെ ഫോട്ടോസൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് ഇതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കേംബ്രിഡ്ജിലുള്ള ഫ്രിറ്റ്സ് വില്യം മ്യൂസിയം കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കണ്ടോ, ഇത് കണ്ടോ, ഈശോയുടെയൊക്കെ പടങ്ങളൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതൊരു ഇവിടെ കടന്നിരുന്ന ഇവിടെ ജയിലിലായിരുന്ന ഒരാളുടെ ഫോട്ടോ ആണിത്. അത് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഒക്കെ ഒന്നും മറക്കരുതേ. കാരണം ഇതാണ് തോക്കുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പലതരത്തിലുള്ള തോക്കുകളും അതുപോലെ തന്നെ ഇവർ ഉപയോഗിച്ചിട്ടുള്ള പടച്ചട്ടകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണ്. Thank you for watching.